നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിളിന്റെ ജാമായിട്ടാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ സ്ട്രോബെറി ജാം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജാമിന്റെ റെസിപ്പി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജാം തന്നെയാണ് പൈനാപ്പിൾ ജാം. പക്ഷെ എൻ്റെ വീട്ടിൽ സ്ട്രോബെറി ജാമാണ് കേട്ടോ ചിലവാവുക. പക്ഷെ എനിക്കും ജാമിനും ഇഷ്ടം പൈനാപ്പിൾ ജാമാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ ജാം ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർക്കാം. അത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതൊന്നും ഞാൻ ചേർത്തിട്ടുമില്ല. മാത്രമല്ല ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ ഓവർ പുളിയാവും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പം ചില പൈനാപ്പിൾ നല്ല മധുരമായിരിക്കും. അപ്പൊ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീനാസ് കറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ ജാം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട, ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയാലോ. പൈനാപ്പിൾ ജാം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് ചിരിച്ചിട്ടുണ്ടാവും. ഈ വീണേച്ചിയുടെ പൈനാപ്പിൾ ഉണ്ടെന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ലേ? എനിക്കറിയാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന്, സാരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ആകെപ്പാട് കഴിച്ചിരുന്ന ജാം എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. പക്ഷേ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടം സ്ട്രോബെറി ജാമാണ്. അത് സാരില്ല, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോബെറി ജാം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ചെറിയ പൈനാപ്പിൾ മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ രീതിയിൽ ജാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കറിലൊന്നും വേവിക്കാറില്ല. പക്ഷേ ഇത് പൈനാപ്പിൾ ആയതുകൊണ്ടും എനിക്ക് അലർജി ഉള്ളതുകൊണ്ടും ഞാൻ എപ്പോഴും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഉള്ള രീതിയിലാണ് ഇത് വേവിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പൈനാപ്പിൾ കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇത് നന്നായിട്ട് അടിച്ചിട്ട് ജ്യൂസ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മിഡിലായിട്ടുള്ള പോർഷനില്ലേ, അത് നല്ല തിക്കായിട്ടുള്ള ഭാഗമില്ലേ, അത് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇതിൽ ഭാഗം നമ്മളൊന്ന് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങൊരു സ്ക്വയർ പോലെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് വലിയ പീസാക്കി അരിഞ്ഞിട്ടാൽ മതി, കാരണം നമ്മളിത് എന്തായാലും ജ്യൂസായിട്ട് മാറ്റേണ്ടതാണ്. കുക്കറിലോട്ട് നമുക്കങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. മിക്സിയിൽ അടിച്ചാൽ മാത്രം മതി, അല്ലാതെ അരിപ്പയിൽ കൂടെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു അളവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 2 ചെറിയ പൈനാപ്പിൾ. അപ്പോൾ അതിൻ്റെ തൊലിയും സംഭവമൊക്കെ കളഞ്ഞു വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ. ഞാൻ അടിച്ച് ജ്യൂസാക്കിയതിന് ശേഷം എത്ര ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് പഞ്ചസാര തീരുമാനിക്കാൻ പറ്റും. വെറുതെ പൈനാപ്പിൾ എനിക്ക് കഴിക്കാനേ പറ്റില്ല. ഞാൻ പറയാറില്ല എനിക്ക് തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉണ്ടെന്ന്, അത് പണ്ടേ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലൊന്നാണ് പൈനാപ്പിൾ. മാമ്പഴവും പൈനാപ്പിളാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അതിങ്ങനെ ആയിപ്പോയി. നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക കേട്ടോ. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലോട്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം. ഇതാ 6 വിസിലൊക്കെ വന്നു, അതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ മാറി. അങ്ങനെ ഇരിക്കുന്ന നല്ല കുക്കായിരിക്കുന്ന പൈനാപ്പിളാണിത്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ നന്നായി ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നമ്മൾ ചേർത്തിരുന്ന വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഞാനിത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ അളവ്. 3 ഗ്ലാസ്സാണ് ഇതിൻ്റെ പൾപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. 3 ഗ്ലാസ്സിന് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാരയാണ് എപ്പോഴും ആഡ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് വളരെ നൈസായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടില്ല. കുറച്ച് ഒരു എന്താ പറയുക, നമുക്ക് കടിക്കാൻ പറ്റുന്ന പോലെ അരച്ചെടുത്തിരിക്കുന്നു. അതേസമയം നിങ്ങൾക്ക് വളരെ നൈസായിട്ടുള്ള ഫൈനായിട്ടുള്ള ജാമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ നമുക്കൊരു കടായിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ട് അരിഞ്ഞിട്ടാലും മതി കേട്ടോ, കടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുള്ള ജാമാണ് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ട, ഒരു മീഡിയം മധുരമൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 3/4 ഗ്ലാസ് വരെ പഞ്ചസാര ചേർത്താൽ മതിയാകും. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഇതങ്ങ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് നന്നായി അങ്ങ് വറ്റിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസാവാൻ തുടങ്ങും. ഒരു അരമണിക്കൂർ എടുക്കും ഇത് നന്നായിട്ട് ഒരു ജാം പരുവത്തിൽ ആയി വരാൻ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയി ഇളക്കണമെന്നൊന്നുമില്ല, കുറച്ച് തിക്കാവുന്ന സമയത്ത് ഇളക്കിയാൽ മതി. കാരണം ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെയൊന്നും പിടിക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം. കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഞാൻ സ്പിന്നീസിൽ നിന്നൊക്കെ ഈ പൈനാപ്പിൾ ജാം വാങ്ങിക്കുമ്പോൾ ഒരു ഫ്ലേവറൊന്നുമില്ല, എന്തോ ഒരു സംഭവം, ഇത് സ്വീറ്റ് ആയിട്ടുള്ള സംഭവം എന്നല്ലാതെ അത് പൈനാപ്പിൾ ജാം ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാറില്ല.
അതേസമയം നമ്മുടെ നാട്ടിലെ ഹാപ്പി ജാം അങ്ങനെ കുറേ ബ്രാൻഡില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ നാട്ടിലൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ എനിക്ക് നല്ലൊരു ഫ്ലേവർ, പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഒരു ഡ്രോപ്പ് പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിക്കാറുണ്ട്. അപ്പോൾ എസൻസ് ഒഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. പക്ഷേ ആ ഒരു പൈനാപ്പിൾ ജാമാണെന്നൊരു ഫീൽ വരണമെന്നുണ്ടെങ്കിൽ എസൻസ് ഒഴിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. അതിപ്പോഴല്ല കേട്ടോ, ഫൈനൽ സ്റ്റേജിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പഞ്ചസാരയും ഇതും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് എത്തിച്ചങ്ങ് എടുക്കാം. വളരെ എളുപ്പമാണ് ഈ ജാമൊക്കെ ഉണ്ടാക്കാൻ. ചിലവർ ഇതിൽ സിനമണിൻ്റെ പൗഡറൊക്കെ ചേർക്കും, അതായത് പട്ടയുടെ പൗഡറൊക്കെ ചേർക്കും. പക്ഷേ ഞാനിതിൽ പൈനാപ്പിൾ ജാമിലൊന്നും അതും ചേർക്കാറില്ല. കാരണം അത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഫ്ലേവറായിട്ട് മാറിപ്പോവും. പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതുണ്ടാവും ഇച്ചിരി ലൂസായി, കാരണം നമ്മളിതിലും പഞ്ചസാര ചേർത്തിട്ടുണ്ടായതുകൊണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് കേട്ടോ അതിൽ. അതാണ് കുറച്ച് റെഡിയായി വരുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ മാത്രമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മുടെ മേലും വീഴാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ പുറത്തേക്കൊക്കെ ആവും. അതുകൊണ്ട് ചെറിയ തീയിൽ അല്ലെങ്കിൽ മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് വരട്ടിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കടായി വളരെ ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. അതായത് വേറെ കറികളൊക്കെ ഉണ്ടാക്കി കടായി ആണെന്നുണ്ടെങ്കിൽ കറികളുടെ സ്മെല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നന്നായി വാഷ് ചെയ്തിട്ട് വേണം ഇതുപോലെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ജാമിനൊക്കെ വേറൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നമ്മൾ ഇളക്കുന്ന തവിയാണെങ്കിലും വളരെ ക്ലീൻ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മധുരമൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ മിക്കവാറും ഇത് റെഡി ആവും. ഞാൻ ഇതിലോട്ട് അല്പം എസൻസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ. ഈ കൺസിസ്റ്റൻസി മതി. കാരണം അത് ഇരിക്കുമ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ ഓവറായി തിക്കായി കഴിഞ്ഞാലും എനിക്ക് ഇച്ചിരി ലൂസായിട്ടുള്ള ജാമാണ് ഇഷ്ടം. അതേസമയം നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കാവണമെന്നുണ്ടെങ്കിൽ തിക്കാക്കിക്കോളൂ കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യും. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഗ്ലാസിൻ്റെ ബോട്ടിൽ വെക്കുന്നതാണ് ഏറ്റവും സേഫ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് കഴിവതും ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് വേറെ കുപ്പിയിലോട്ട് മാറ്റാം. നമ്മുടെ ജാമൊക്കെ തണുത്തു കേട്ടോ. തണുത്ത് നല്ല കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ കുറച്ച് എമൗണ്ടിലേ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ നാട്ടിൽ പോവുകയാണ്, പിന്നെ ഒരുപാട് അധികം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും ഇതേപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കാറുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എത്ര നാൾ ഇരിക്കുന്നു നമുക്ക് അത്ര അറിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുമ്പോൾ അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യുക, ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാറ് കേട്ടോ, പുറത്ത് വെക്കാറില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം പുറത്ത് വെക്കുന്നത് അത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒരു മാസത്തോളം ഇരിക്കില്ല, കാരണം ഇത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഒരു ആഴ്ച കൊണ്ടൊക്കെ ശരിക്കും കഴിയും. അപ്പോൾ നമുക്കിത് പല രീതിയിൽ സെർവ് ചെയ്യാം. അറിയാലോ, ജാം ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം വെറുതെ കോരി കഴിക്കുക അവർ. അതല്ലെങ്കിൽ ബ്രെഡിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ അവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണെന്ന് അറിയാമോ? ബിസ്ക്കറ്റിൽ മേരി ഗോൾഡ് ബിസ്ക്കറ്റിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് അവൻ കഴിക്കാറുള്ളത്. അതെനിക്ക് അറിയില്ലായിരുന്നു. അവനിങ്ങനെ അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് തന്നപ്പോൾ എനിക്ക് പഴയ നമ്മുടെ ബിസ്ക്കറ്റില്ലേ, എന്താ പറയുക, ക്രീം ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് ഒക്കെ ഓർമ്മ വന്നു. നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് പുരട്ടി ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക. അതിലോട്ട് ഞാനിത് ഇവിടെ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന ജാമാണിത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസിയാണ് ആയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ലൂസാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കാക്കണമെങ്കിൽ തിക്കുവാക്കാം. അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് ഒരു സ്ലൈസിൽ പരട്ടി കൊടുത്തിട്ടുണ്ട്. വേറൊരു സ്ലൈസ് വെച്ചിട്ട് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് ബട്ടർ എടുക്കുക. അത് ജാനിൻ്റെ പ്രിയപ്പെട്ട കോമ്പിനേഷനാണ്, ബട്ടറും ജാമും. അപ്പോൾ ഒരു സൈഡിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സോൾട്ട് ബട്ടറാണ് കേട്ടോ. സോൾട്ട് ബട്ടറും ജാമും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്ലെയിനിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആകപ്പാട് കഴിക്കുന്ന സംഭവമാണിത്. പ്ലെയിനിൽ മിക്കവാറും മിക്സഡ് ജാം ആയിരിക്കും തരാറുള്ളത്. ബണ്ണായിരിക്കും, ബ്രെഡായിരിക്കില്ല. അപ്പോൾ ബണ്ണിൽ ബട്ടറും അതേപോലെ തന്നെ ജാമൊക്കെ പുരട്ടി കഴിക്കും. അപ്പോൾ ഞാൻ ഒരു ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ലൈസിൽ നമുക്ക് ജാം സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അവയ്ക്ക് വേണ്ടിയിട്ട് മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. മാരിഗോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇവിടെ മാരിഗോൾഡ് ആയതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. അതിൽ കുറച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ
ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതെല്ലാം ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു സംതൃപ്തിയാണ്, കുട്ടികൾക്ക് സമാധാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പൈനാപ്പിൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്ന സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ഒരുപാട് പേര് പറഞ്ഞു വീണ സ്ട്രോബെറി ഇവിടെ അവൈലബിൾ അല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ വില കൂടുതലാണ്, അതുകൊണ്ട് പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയും, പിന്നെ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കഴിക്കട്ടെ. ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജാമല്ലേ അതേ ടേസ്റ്റ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അത് നഷ്ടപ്പെട്ടു പോയില്ലേ? ബ്രെഡിന്റെ ഉള്ളിൽ തുറച്ചു കയറിയത് അങ്ങനെയാണ്. കയ്യിൽ കുറച്ച് ജാം തേക്കണം ടേസ്റ്റിന് വേണ്ടിട്ട്. ഇത് തൊട്ട് വെക്കാന്ന് കേട്ടില്ലേ? ഓ ശരി, എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ സാധാരണ ബ്രെഡിന്റെ ഉള്ളിൽ ജാം പരത്തി ഇങ്ങനെ ഒരുമിച്ച് കഴിക്കും. അയ്യോ വീണ്ടും കയ്യിൽ. ഓ പിന്നെന്തിനത് സനിയെ ഒരു ബ്രെഡ് കഴിക്കുക, കടിക്കുക, പിന്നെ ഇച്ചിരി ജാം കഴിക്കുക, അതല്ലേ നല്ലത്. ഞങ്ങളൊക്കെ പ്രാകൃതരായ മനുഷ്യരാ, പ്രാകൃത പച്ച മനുഷ്യരാ. ഇതാണ് പച്ച മനുഷ്യരുടെ അവസ്ഥ. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പച്ച മീൻസ് നാച്ചുറൽ. Yeah, in Malayalam it is also used to indicate natural, because pacha is the color of the plants. Plant is part of nature. Plant is green. Plant is green. Green is pacha. Pacha means green. ഇപ്പൊ പോവുക താഴത്ത്. ഇത്ര വൃത്തികെട്ട രീതിയിൽ ബ്രെഡ് ജാം കഴിക്കാൻ എന്താ കണ്ടത്? Acha is weird, right? Acha is different. ആ വീഡിയോന്റെ കൂടെ ഇതാണ് ബിഹൈൻഡ് ദി സീൻ. Tata, bye bye.